إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, നമ്മിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ട് ഖബറിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോടൊപ്പവും ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾ ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത് വൃഥാവിലുള്ള ആവശ്യമല്ലാത്ത ഒരു അധ്വാനമോ ശ്രമമോ അല്ല, മറിച്ച് നമ്മുടെ ഒരുമിച്ച് കൂടുന്ന പിറകിൽ വലിയൊരു ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ സ്വന്തം ജീവിതത്തെ തസ്കിയ ചെയ്തെടുക്കുക, സംസ്കരിച്ചെടുക്കുക. ഈ വിഷയമായിരുന്നു കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. വീണ്ടും വീണ്ടും അത് പറയപ്പെടുന്നതിൻ്റെ പിറകിലുള്ള കാരണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ജുമഅയുടെ ദിവസം, എന്തിനാണ് ജുമഅയുടെ ഖുതുബ, എന്തിനാണ് ജുമഅയിലെ 2 റക്അത്ത് നമസ്കാരം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം അൽ വസിയ്യത്തു ബിത്തഖ്വ, തഖ്വ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ കുറഞ്ഞു വരുമ്പോൾ പരസ്പരം തഖ്വ കൊണ്ട് ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിച്ചാൽ മാത്രമാണ് തഖ്വകൾ വർദ്ധിക്കുകയുള്ളൂ, ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയില്ലേ, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ എന്തിനാണ്? മനുഷ്യർക്ക് ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ഭയഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് നിസ്കാരം? എല്ലാ ജുമാ ഖുതുബകളും അവസാനിച്ചുകൊണ്ട് ജുമഅയുടെ 2 റക്അത്തിലേക്ക് കൈകെട്ടുന്നതിന് മുമ്പായി കൊണ്ട് ഇമാം 2 ഖുർആനിക സൂറത്തുകൾ ഓതും. പലപ്പോഴും ആ ആയത്തുകളുടെ അർത്ഥം വെക്കാറില്ല, അർത്ഥം പറയാറില്ല.
രണ്ടാമത്തെ ഖുത്ബയുടെ അവസാനത്തിലാണ് അത് ഓതുക, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ അല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുത്ബ അവസാനിക്കുക. ആ പറഞ്ഞതിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്തിനാ നോമ്പ് നോറ്റത്? കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമുക്കൊക്കെ അറിയുന്ന എന്തിനാണ് തഖ്വ, അല്ല എന്തിനാണ് നോമ്പ്? നമ്മുടെ ജീവിതത്തിൽ തഖ്വ സൂക്ഷ്മത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിമാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം, എല്ലാവരോടും യാത്ര പറയണം. ഹജ്ജിന് പോവാൻ ഒരുങ്ങുന്നവരോട് അള്ളാഹു പറയുന്നുണ്ട്, ഹജ്ജിന് പോവാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സും വസ്ത്രങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം നിങ്ങൾ കരുതി വെച്ചോ. കുടുംബക്കാരോടും നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക്, നിങ്ങളുടെ ബാഗിൽ ആദ്യം എടുത്തു വെക്കേണ്ടത് തഖ്വയാണ്. എന്തിനാണ് നമ്മുടെ ഇബാദത്തുകൾ? എന്തിനാണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൽ-ബഖറയിൽ കൂടി അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മുൻ സമൂഹങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ, സൂക്ഷ്മത ഉണ്ടാവാൻ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ജുമാക്ക് പങ്കെടുക്കുന്നു, ജുമാ നമസ്കരിക്കുന്നു, 5 നേരം നമസ്കരിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, നോമ്പ് നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു ഹറാം, ഒരു പാപകർമ്മം ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷനുകളും സാഹചര്യങ്ങളും ഉണ്ടാവുകയും ആ ഹറാമിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈ അമലുകളൊന്നും ലക്ഷ്യം കാണാത്തതല്ലേ? നമ്മുടെ നമസ്കാരം ലക്ഷ്യം കാണാത്തതല്ലേ? നമ്മുടെ നോമ്പ് വൃഥാവിലുള്ള ഒരു പ്രവർത്തനമല്ലേ? നമ്മുടെ ഹജ്ജ് അതിന്റെ യഥാർത്ഥ ധർമ്മം പൂർത്തീകരിക്കാത്ത ഒരു കർമ്മമല്ലേ? മഹാനായ മുഹമ്മദുൽ ഖുർളി റഹിമഹുല്ലാഹ് താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാ ഉബിദല്ലാഹു ബിശൈഇൻ ഖത്തു അഹബ്ബു ഇലൈഹി മിൻ തർക്കിൽ മആസി. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് നമസ്കാരങ്ങളല്ല, അത് മറ്റ് ഇബാദത്തുകൾ മനുഷ്യർ ചെയ്യുന്നതല്ല, മറിച്ച് തർക്കുൽ മആസി, ജീവിതത്തിൽ പാപകർമ്മങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്, ജീവിതത്തിൽ ഹറാമുകൾ ഉപേക്ഷിക്കലാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി ജീവിതത്തിൽ തഖ്വ കെട്ടിപ്പടുക്കലാണ് ഏറ്റവും ഉദാത്തമായ കർമ്മം. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ആ വിഷയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുത്തഖീങ്ങളായി മാറുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന, നമുക്ക് തടസ്സം നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട വസ്തുതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആദ്യ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ തന്നെ ഹവൻ നഫ്സ്, നമ്മുടെ മനസ്സിന്റെ ഇച്ഛയെക്കുറിച്ചാണ്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ തന്നെ ശരീരത്തിനകത്തുള്ള നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ്. രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട ശത്രുവായ തഖ്വയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, നമ്മളെ വൈകേടിലാക്കുന്ന ശൈത്താനെ കുറിച്ചാണ്. ആ ശൈത്താന്റെ 3 കുതന്ത്ര രീതികളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇബ്ലീസ് മറപ്പിക്കും, ഇബ്ലീസ് വ്യാമോഹങ്ങൾ ഉണ്ടായിപ്പിക്കും, ഇബ്ലീസ് നന്മകൾ ചെയ്യിപ്പിച്ച് നമ്മളെ വൈകേടിലാക്കും. അങ്ങനെ ഇബ്ലീസിന്റെ 3 രീതികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിൽ കൂടി ഇബ്ലീസിന്റെ മറ്റ് ശൈലികളെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട്. ലഉഗല്ലന്നഹു വലഉമന്നിയന്നഹു വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആമി വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദിശ് ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ. ശൈത്താൻ നമ്മുടെ ചങ്ങാതിമാരാകും, ശൈത്താൻ നമ്മുടെ രക്ഷാധികാരികളാകും, ശൈത്താൻ നമ്മുടെ ഉസ്താദുമാരും ഗുരുക്കന്മാരുമായി മാറും. പിശാച് ഒറ്റയടിക്ക് നമ്മളെ വൈകേടിലാക്കാൻ പിശാചിന് സാധിക്കില്ല. ഇത് പിശാചിന് നന്നായി അറിയാം. അതുകൊണ്ട് പിശാച് നമ്മളെ അടുക്കൽ സമീപിക്കുന്നത് ഒരു സുഹൃത്തിന്റെ കോലത്തിലായിരിക്കും, ഒരു ചങ്ങാതിയുടെ കോലത്തിലായിരിക്കും.
അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും അലാ മൻ യുഖാലിൽ. ഒരാൾക്ക് ദീനുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ചങ്ങാതിയെ നോക്കിയാൽ മതി. അവന്റെ ചങ്ങാതി ദീനുള്ള ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനും ദീനുണ്ടാവും, അവനും ഈമാൻ ഉണ്ടാവും. ഇനി അവന്റെ കൂടെയുള്ള അവന്റെ ചങ്ങാതി ഒരു വ്യഭിചാരിയാണെങ്കിൽ, കള്ളുകുടിയനാണെങ്കിൽ, സ്വാഭാവികമായിട്ടും നല്ല ദീനുള്ള നല്ല ഈമാനുള്ള ഇവനും പതിയെ 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 ആ ഹറാമിലേക്ക് പോകും. അത് ഇബ്ലീസിന്റെ ശൈലിയാണ്, ഇബ്ലീസിന്റെ രീതിയാണ്. കാരണം മനുഷ്യൻ അവൻ കൂട്ടുകൂടുന്നവരുടെ സ്വാധീനത്തിൽപ്പെടുന്നവനാണ്. അവന്റെ സാഹചര്യങ്ങൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഹറാമുകൾ ചെയ്യുന്നവനാണ്. സ്വന്തം നാട്ടിൽ നല്ല ദീനിയായി ജീവിച്ചൊരു ചെറുപ്പക്കാരൻ, മാതാപിതാക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന അവരെ അനുസരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനെ വൈകേടിലാക്കാൻ, അവനെ ബടക്കാക്കാൻ ഒരൊറ്റ വഴി മാത്രം മതി. അവൻ അത്യാവശ്യം നല്ലൊരു വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബാംഗ്ലൂരിലോ മുംബൈയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ക്യാമ്പസിലോ പറഞ്ഞയച്ചാൽ പതിയെ പതിയെ അവന്റെ സ്വഭാവത്തിൽ, അവന്റെ ദീനിൽ, അവന്റെ ഈമാനിൽ, അവന്റെ പെരുമാറ്റത്തിൽ എല്ലാം മാറ്റം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ പിറകിലുള്ള കാരണം? അവന്റെ കൂട്ടുകാർ, അവൻ ജീവിക്കുന്ന അവന്റെ കോളേജുകൾ, ക്യാമ്പസുകൾ, ഹോസ്റ്റലുകളാണ് അവനെ മാറ്റിമറിക്കുന്നത്. നന്നായി ദീനനുസരിച്ച് ജീവിച്ചിരുന്ന, നന്നായി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി ആവശ്യാർത്ഥം യൂറോപ്പിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു, മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോകുന്നു. മടങ്ങി വരുമ്പോൾ നിസ്കാരമുള്ള അവൻ നിസ്കാരമില്ലാത്തവനെ മാറി. അവന് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല ദുഷ്ചെയ്തികളും ദുസ്വഭാവങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നു. നമ്മൾ ആലോചിക്കണം, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവിന് വേണ്ടി ദീനിനെ നഷ്ടപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം നേടുക നമ്മുടെ ദുനിയാവിന്റെ ആവശ്യമാണ്, അത് വേണം. നല്ല ജോലി ഉണ്ടാവുക, നല്ലൊരു സാലറി ഉണ്ടാവുക നമ്മുടെ ദുനിയാവിന്റെ ആവശ്യമാണ്, അത് വേണം. പക്ഷെ നശ്വരമായ ദുനിയാവിന് വേണ്ടി ശാശ്വതമായ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന പണിയാണ് ചെയ്യുന്നത്. നശ്വരമായ ഈ ദുനിയാവിന് വേണ്ടി ശാശ്വതമായ ദീനിനെ നഷ്ടപ്പെടുത്തുന്ന പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപകർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വലാ തഖറബ, നിങ്ങൾ അതിന്റെ അടുക്കലേക്ക് പോകല്ല എന്ന് പറഞ്ഞത്. ഖുർആൻ ഒരിക്കലും വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് വലാ തഖറബ സിന, നിങ്ങൾ വ്യഭിചരിച്ച് പോവാൻ സാധ്യതയുള്ള ചില ഇടങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില കൂട്ടുകെട്ടുകളുണ്ട്. അത്തരം കൂട്ടുകെട്ടുകൾ ഉള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഹവ്വാ ബീവിയുടെയും ആദം അലൈഹിസ്സലാമിന്റെയും സംഭവത്തിൽ ആ മരത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്നാ പറഞ്ഞത്. ശൈത്താൻ ഇബ്ലീസ് എന്താ ചെയ്തത്? ഹവ്വാ ബീവിയെയും ആദം അലൈഹിസ്സലാമിനെയും ആദ്യം ചെയ്തത് അവരെ ആ മരത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇബ്ലീസ് അങ്ങനെയാണ്, ഒറ്റയടിക്ക് നമ്മളെ പാപിയാക്കാൻ അവർക്ക് സാധിക്കില്ല. പതിയെ 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 പതിയാണ് അവർ ഹറാം ചെയ്യിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ലോകത്തിലെ തന്നെ അധിക പ്രശസ്തമായ തഫ്സീറാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ. അദ്ദേഹം ബനൂ ഇസ്രായേലിൽ ജീവിച്ച ബർസീസ എന്ന് പറയുന്ന ഒരു ആബിദിന്റെ ചരിത്രം സംഭവം പറയുന്നുണ്ട്. ബർസീസ എന്ന അദ്ദേഹത്തിന്റെ പേര്. 70 വർഷക്കാലം അള്ളാഹുവിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിലൊക്കെ നമ്മുടെ ഇന്നത്തെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ ആയുസ് ലഭിച്ചിരുന്നു. ഈ ബർസീസ എന്ന് പറയുന്ന ആള് 70 വർഷക്കാലം അള്ളാഹുവിൽ ഇബാദത്തെടുത്ത അത്രയും നല്ലൊരു ആബിദായ മനുഷ്യൻ. പല ഘട്ടങ്ങളിലായിട്ട്, പല സന്ദർഭങ്ങളിലായിട്ട് ഇബ്ലീസ് അവനെ വൈകേടിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. ഇബ്ലീസും ശൈത്താനും അവന്റെ കൂട്ടാളികളും എല്ലാം ആകെ ടെൻഷനിലായി. എങ്ങനെയാണ് ബർസീസയെ നമുക്ക് വൈകേടിലാക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു അവസരം വന്നു. ആ കഥ നടക്കുന്നത് ബനൂ ഇസ്രായേലിലാണ്. ബനൂ ഇസ്രായേലിലെ 3 ചെറുപ്പക്കാർ സമ്പന്നരാണ്, രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. അവർക്കൊരു സഹോദരിയുണ്ട്. ഈ 3 ചെറുപ്പക്കാർ യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി പോകാൻ തീരുമാനിച്ചു. പോകുന്ന സമയത്ത് തങ്ങളുടെ അനുജത്തി ആരെ ഏൽപ്പിക്കും? തങ്ങളെ ആരെ ഏൽപ്പിക്കും? വിശ്വസ്തയോടുകൂടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണമല്ലോ ജിഹാദിന് പോകാൻ.
ഉപ്പയില്ല, ഉമ്മയില്ല. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ബർസീസ ലാബി, ആരാധനകളിൽ മാത്രം മുഴുകി, തന്റെ ഇബാദത്തുകളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ബർസീസ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അദ്ദേഹത്തെ ഏൽപ്പിക്കാം. 70 വർഷമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. ആ 3 ചെറുപ്പക്കാർ ബർസീസയെ സമീപിച്ചു. ആ ആബിദായ മനുഷ്യൻ ചറ്റൂരെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയാണ്. ആ ചെറുപ്പക്കാർ വളരെ വിഷമത്തോടുകൂടി മടങ്ങി വന്ന സമയത്ത് ഈ ബർസീസ എന്ന് പറയുന്ന ആബിദായ അള്ളാഹുവിനെ ഇബാദത്ത് ജീവിച്ച മനുഷ്യന്റെ അടുക്കൽ പിശാചു വന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു ആബിദാണ്, നിങ്ങൾ 70 വർഷക്കാലം ഇബാദത്ത് എടുത്തിട്ടും ഒരു 3 ചെറുപ്പക്കാർ അവർക്ക് ജിഹാദിന് വേണ്ടി, അള്ളാഹുവിന്റെ ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി പോകേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങളോട് സഹായം ചോദിച്ച് നിങ്ങൾ എന്തേ ചെയ്യാത്തത്? നിങ്ങൾക്ക് സഹായിച്ചു. ആ ബർസീസ ആ ചെറുപ്പക്കാരുടെ അടുക്കൽ പോയി, നിങ്ങളുടെ സഹോദരിയെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ യുദ്ധത്തിന് പോയി വരുന്നത്, പക്ഷെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുക, എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു ഷെഡ് ഉണ്ടാക്കും, അവിടെ താമസിപ്പിക്കാം. അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാ സമയവും ഞാൻ ഉണ്ടാക്കി എൻ്റെ വീട്ടിന്റെ പടിക്കൽ വെക്കും, അവർ വന്ന് എടുത്തോളാം. അങ്ങനെ തീരുമാനത്തിലായി ഈ 3 ചെറുപ്പക്കാർ യുദ്ധത്തിന് വേണ്ടി പോയി. ബർസീസ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടിൽ പടിക്കൽ വെക്കുന്നു. ആ പെൺകുട്ടി അവൾ താമസിക്കുന്ന ഷെഡിൽ നിന്ന് വന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടുപോകുന്നു. ശൈത്താൻ വീണ്ടും സമീപിച്ചു. ഇങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് ശൈത്താൻ നമ്മളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കുക. ശൈത്താൻ ബർസീസ എന്ന് പറയുന്ന ആ ആബിദായ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്? ഒരു പെണ്ണിനെ കൊണ്ട് എന്തിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി അവൾ താമസിക്കുന്ന ആ ഷെഡിന്റെ ഉമ്മറപ്പടി കൊണ്ട് ചോദിച്ചൂടെ? അപ്പോ ആ ആബിദായ ബർസീസ ശരിയാണല്ലോ, നല്ലതാണല്ലോ. അങ്ങനെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നാളെ മുതൽ നീ ഇങ്ങോട്ട് വരണ്ട, നിന്റെ വീട്ടിൽ പഠിക്കൽ ഞാൻ ഭക്ഷണം കൊണ്ടുവച്ച് വെക്കുന്നു. അങ്ങനെ പതിവായി തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് ഈ ആരാധിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ഈ ഭക്ഷണം മാത്രമല്ലല്ലോ, വേറെയും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, വസ്ത്രം ആവശ്യമാവും, മറ്റാവശ്യങ്ങളൊക്കെ ഉണ്ടാവൂലേ എന്ന് മാത്രമല്ല, ഈ ഭക്ഷണം വീട്ടിന്റെ പുറത്ത് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റു വല്ല ജീവികൾക്ക് കഴിക്കൂലേ, അതുകൊണ്ട് നിങ്ങൾ ആ ഭക്ഷണം വീട്ടിന്റെ അകത്തെടുത്തു. ശരിയാണ്, വെറുതെ പുറത്ത് വെച്ചിട്ട് എന്തിനാ വരുന്നത്? അടുത്ത തവണ മുതൽ ആ ഭക്ഷണം വീട്ടിന്റെ അകത്ത് വെച്ച് തുടങ്ങി. പതിയെ അവരുടെ വിവരങ്ങളും ഒക്കെ അന്വേഷിച്ചു തുടങ്ങി. അത് ഒരു ബന്ധത്തിലേക്ക് എത്തി. ആ ബന്ധം ഒരു വ്യഭിചാരത്തിലേക്ക്, ഒരു സിനയിലേക്ക് എത്തിക്കുകയുണ്ടായി. എന്തായിരുന്നു ബർസീസ എന്ന് പറയുന്ന ആ ആബിദായ 70 വർഷക്കാലം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ച മനുഷ്യൻ ഭയപ്പെട്ടത്? അത് ഇബ്ലീസ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്ന് മാത്രമല്ല, ആ വ്യഭിചാര ബന്ധത്തിൽ കൂടി ഒരു കുട്ടിയുണ്ടായി. ഇയാൾ ആകെ ബേജാറിലായി. ഈ പെൺകുട്ടിയുടെ സഹോദരങ്ങളൊക്കെ മടങ്ങി വരുന്ന സമയമായി. എന്ത് ചെയ്യും? ആളുകളോട് എന്ത് മറുപടി പറഞ്ഞു? ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി അങ്ങ് ഇബ്ലീസ് ആ സമയത്ത് വന്നു. ഇബ്ലീസ് വന്നിട്ട് ആബിദായ മനുഷ്യരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ കുട്ടിയെ കൊന്നുകളഞ്ഞു. ആ കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ഇബ്ലീസ് വീണ്ടും വന്ന മനസ്സിൽ പറയും, കുട്ടിയെ കൊന്നുകളഞ്ഞാൽ പോരാലോ, ഈ പെണ്ണിനെ കൂടി കൊല്ലണ്ടേ? അല്ലെങ്കിൽ ഈ പെണ്ണ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ, പെൺകുട്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ? ആ പെൺകുട്ടിയെയും കൊന്നു. 70 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത് അത്രയും നല്ല ആബിദായ മനുഷ്യൻ 2 കൊലപാതകങ്ങൾ നടത്തി 2 പേരെയും കുഴിച്ചിട്ടു. സഹോദരങ്ങൾ വന്ന സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരിക്ക് ഒരു അസുഖം ബാധിച്ചതുകൊണ്ട് ഞാൻ അവരെ ശുശ്രൂഷിച്ചു. അസുഖം ഭേദമായില്ല. ഞാൻ അവരെ എല്ലാവിധ കർമ്മങ്ങളോടുകൂടി ശവമടക്കം നടത്തുകയുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരെ വിശ്വസിച്ചു. കാരണം ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബർസീസ ഏറെ വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ആ 3 ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ കണ്ടു, എന്റെ സഹോദരിക്ക് അസുഖം വന്ന് മരിച്ചതല്ല, മറിച്ച് ബർസീസ കൊന്നതാണ് എന്ന ചില തോന്നലുകളുണ്ടായി. ഈ 3 ചെറുപ്പക്കാരോട് ബർസീസയോട് അന്വേഷിച്ചു. മറുപടി പറയുമ്പോൾ ബർസീസ പേടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഐ കോണ്ടാക്റ്റിൽ നിന്നും ശരീരത്തിന്റെ ആംഗ്യങ്ങളിൽ നിന്നും ഇയാൾ കള്ളം പറയുന്നതാണ് ആ ചെറുപ്പക്കാർക്ക് മനസ്സിലായി. ആ ചെറുപ്പക്കാർ ഭരണാധികാരിയോട് പരാതിപ്പെട്ടു. ഭരണാധികാരിയുടെ പടയാളികൾ ബർസീസ എന്ന് പറയുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ആ മനുഷ്യനെ
ആ പുരോഹിതനെ, ആ പണ്ഡിതനെ, ആരാധിക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ അയച്ചു, പട്ടാളത്തിനെ അയച്ചു. അദ്ദേഹം ആകെ ബേജാറിലായി. ഇത്രയും കാലം ഞാൻ നാട്ടിലുണ്ടാക്കിയത് എന്റെ പ്രശസ്തി, എന്റെ ഇസ്സത്ത്, അതൊക്കെ ഇവിടെ നശിക്കുകയാണ്. ഞാൻ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിലൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിയെയും പെണ്ണിനെയും ഞാൻ കൊണ്ടു കുഴിച്ചുപോയി എന്നുള്ള വാർത്ത നാട്ടുകാരറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബേജാറായി വെപ്രാളപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ബേജാറായി നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ ഇബ്ലീസ് വന്നു. ഇബ്ലീസ് പറഞ്ഞു, ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണോ? അത് രക്ഷപ്പെടും. ഇബ്ലീസ് പറഞ്ഞു, ഉസ്ജുദ്, എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യും, എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ബസീസ ഇബ്ലീസിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. ഒരു പാപകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപകർമ്മമായ ശിർക്ക്, ഏറ്റവും ഒഴുക്കൽ ബസീസ എന്ന് പറയുന്ന 70 വർഷം അള്ളാഹുവിന്റെ ഇബാദത്ത് മനുഷ്യൻ ചെയ്യുകയാണ്. ആ സുജൂദ് കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത്രയും നേരത്തെ എന്റെ മുമ്പിൽ കണ്ട ഇബ്ലീസ് ഇല്ല, ശൈത്താനില്ല. രാജാവിന്റെ പടയാളികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ കൈമരത്തിലേക്ക് കൊല്ലുന്നു. നമ്മൾ ആലോചിക്കണം, 70 വർഷക്കാലം അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത് ഒരു മനുഷ്യനെ കൊണ്ട് വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, ഒടുക്കം ശിർക്ക് പോലും ചെയ്യിച്ച് ഇബ്ലീസ് ചെയ്തത് പതിയെ 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 ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഹറാമിലേക്ക് അടുപ്പിക്കലാണ്. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ഇബ്ലീസ്, ശൈത്താൻ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഇന്ന ഹറാം ചെയ്യാൻ പറയും. നമ്മൾ ആ ഹറാം ചെയ്ത് എഴുന്നേറ്റ് തലയുയർത്തി നോക്കുമ്പോൾ ഇബ്ലീസ് പറയും, ഇന്നീ ബരിയും മിൻക, ഞാൻ ഇത് കുറ്റവാളിയല്ല കേട്ടോ, നീയാ ഇത് ചെയ്തത്, ഞാൻ പറഞ്ഞു, നീ അനുസരിച്ചു. ഇന്നീ ബരിയും മിൻക ഇന്നീ അഖാഫു അല്ലാഹ റബ്ബൽ ആലമീൻ, സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഞാൻ നീ കുറ്റം ചെയ്തത് ഞാൻ കാരണക്കാരനല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഇബ്ലീസ്. അതാണ് ഇബ്ലീസിന്റെ ശൈലി. ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യനെ പാപകർമ്മത്തിലേക്ക് എത്തിക്കുക. ഇബ്ലീസിന്റെ മറ്റൊരു ശൈലി പേടി ഉണ്ടാക്കുകയാണ്. പേടി ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആനിൽ കൂടെ അല്ലാഹു പറഞ്ഞു, ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാ ഫലാ തഖാഫൂഹു വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ഇബ്ലീസ് ആളുകളെ പേടിപ്പിക്കും. എങ്ങനെയാണ് പേടിപ്പിക്കുക? ഭാവിയെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള പേടിയും ബേജാറും ആശങ്കകളും ഉണ്ടാകും. ഇബ്ലീസ് അല്ലാഹുവോട് എങ്ങനെയാണ് ആളുകളെ വഴിപിഴപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ കൂടിയും വലതുവശത്തു കൂടിയും ഇടതുവശത്തു കൂടിയും ആളുകളുടെ അടുക്കലേക്ക് ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ കൂടി വരിക എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ച് കൂടുതൽ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഉണ്ടാക്കി പല ഹറാം ചെയ്യിപ്പിക്കും. ഇപ്പൊ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല ഹറാമുകളും ആളുകൾ ചെയ്യുന്നതിന് പിറകെയുള്ള കാരണം എന്താ? ഭാവിയെ കുറിച്ച് പേടിച്ചിട്ടാണ്. ഒരാൾ പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നതിന് പിറകെയുള്ള കാരണം എന്താ? ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഒരാൾ മോഷണം നടത്തുന്നത് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുമ്പോൾ തന്റെ കൂടെയുള്ള പാർട്ട്ണറെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ്. ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ കുറെ പണമൊക്കെ പരമാവധി പൈസ ഞാൻ ശേഖരിച്ചു വെച്ചാലല്ലേ എന്റെ ഫ്യൂച്ചർ സക്സസ് ആവും, എന്റെ ഫ്യൂച്ചർ ഓക്കെ ആവും. അങ്ങനെ ഭാവിയെ കുറിച്ച് പേടി ഉണ്ടാക്കും, ദാരിദ്ര്യത്തെ കുറിച്ച് പേടി ഉണ്ടാക്കും. ദാരിദ്ര്യത്തെ കുറിച്ച് പേടി ഉണ്ടാക്കും. ദാരിദ്ര്യത്തെ കുറിച്ച് പേടി ഉണ്ടായാൽ മനുഷ്യന് സദഖ ചെയ്യാൻ പറ്റൂല. സക്കാത്ത് നിർബന്ധമായ ഒരു കർമ്മമാണ്. സക്കാത്ത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കണക്ക് നോക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ദാരിദ്ര്യത്തെ പറ്റി പേടിണ്ടാക്കും. നിന്റെ കയ്യിലുള്ളൊക്കെ സക്കാത്തും സദഖയുമായിട്ട് എടുത്തു കൊടുത്താൽ നീ ദാരിദ്ര്യത്തെ പെട്ടുപോലെ, നിന്റെ കച്ചവടം കൂട്ടിപ്പോട്ടുപോലെ. ഇങ്ങനെയുള്ള പേടി ഉണ്ടാക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ മറ്റൊരു ശൈലിയാണ്. വയഅ്മുറുക്കും ബിൽ ഫഹ്ശ, മനുഷ്യരെ സമീപിക്കുന്നതിൽ ഇബ്ലീസിന്റെ ഏറ്റവും തന്ത്രപൂർവമായിട്ടുള്ള ശ്രമം ആളുകളെ കൊണ്ട് ഫഹ്ശ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ ഫഹ്ശ എന്ന് പറഞ്ഞാൽ? വ്യഭിചാരം പോലുള്ള കർമ്മങ്ങൾ. വ്യഭിചാരമെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ്. എല്ലാ മനുഷ്യന്റെ മനസ്സിലും ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. ആ ലൈംഗികമായുള്ള താല്പര്യങ്ങൾ ഇബ്ലീസ് മുതലെടുക്കും. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താന് ഇബ്ലീസിന് കയറിപ്പോവാൻ പറ്റാത്ത രീതിയിലുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരാളെ മോഷ്ടാവാക്കാൻ ഇബ്ലീസിന് സാധിക്കില്ല, ഒരാളെ കള്ളുകുടിയനാക്കാൻ ഇബ്ലീസിന് സാധിക്കില്ല. ഈ പറഞ്ഞ രീതിയിൽ പല തെറ്റും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ഇബ്ലീസിന് ചെയ്യിപ്പിക്കൽ വളരെ പ്രയാസമാണ്.
പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് വ്യഭിചാരം പോലുള്ള ഹറാമുകൾ ചെയ്യിപ്പിക്കൽ ഇബ്ലീസിന് വളരെ എളുപ്പമാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് ആ ഹറാമിനോട് വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു മനസ്സാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാഹിഷത്തുകൾ ചെയ്യിപ്പിച്ച്, ആ വ്യഭിചാരം പോലുള്ള ഹറാമുകൾ ചെയ്യിപ്പിച്ച് ആ വാതിലിൽ കൂടി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഇബ്ലീസ് കടക്കുകയും അതിലൂടെ മറ്റെല്ലാ ഹറാമുകളും ചെയ്യിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും. അവിടെയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ പാഠങ്ങൾ നമ്മൾ അറിയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാരുടെ കഥകൾ പറഞ്ഞു. പക്ഷെ അതെല്ലാം വ്യത്യസ്ത സൂറത്തുകളാണ്. എന്നാൽ സൂറത്തുൽ യൂസുഫ് എന്ന് പറയുന്ന ഒരൊറ്റ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ സുദീർഘമായി യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞത് കേവലമായിട്ട് വാഴ്ന്നു പറഞ്ഞ് നമുക്ക് ആനന്ദിക്കാൻ വേണ്ടിയല്ല. അഹ്സനുൽ ഖസസ് എന്നാണ് ആ കഥയെ പറ്റി ഖുർആൻ പറഞ്ഞത്. ഏറ്റവും നല്ല കഥ. ഒരു കഥയ്ക്ക് വേണ്ടി എല്ലാ മേൽപൊടികളും അതിലുണ്ട്. ആ കഥ ആരംഭിക്കുന്നത് നമുക്കാർക്കും മനസ്സിലാക്കാത്ത ഒരു സർപ്രൈസോട് കൂടിയാണ്. യൂസുഫ് അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? ആ കഥയിൽ കൂടെ അള്ളാഹു ഉദ്ദേശിച്ച് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനാണ്. അതുകൊണ്ടാണ് ആ കഥയുടെ സൂറത്തുൽ യൂസുഫിന്റെ ഏറ്റവും അവസാനത്തിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാടുണ്ടാവും യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലാണ്. അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ ഗവർണറുടെ വീട്ടിലാണ്. അബ്ദുൽ അസീസിന്റെ ഭാര്യയാണ് സുലൈഖ. യൂസുഫ് അലൈഹിസ്സലാം സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരനാണ്. അതാ ഞാൻ ചരിത്രം വിശദമായിട്ട് പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. സുലൈഖയ്ക്ക് യൂസുഫിനോട് താല്പര്യം തോന്നി. യൂസുഫിനെ വശീകരിക്കണമെന്ന് ആഗ്രഹിച്ചു. യൂസുഫിന്റെ ശരീരത്തിൽ ആഗ്രഹം തോന്നി. യൂസുഫിനോട് പ്രേമം തോന്നി. വ്യഭിചരിക്കാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യൂസുഫിനെ നിർബന്ധിച്ചു. നമ്മൾ ആലോചിക്കണം, 6 രീതിയിൽ ആ പാപകർമ്മം ചെയ്യാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും അവിടെയുണ്ട്. ഒന്നാമത്തത്, യൂസുഫ് അലൈഹിസ്സലാം ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ വ്യഭിചാരം പോലുള്ള പാപകർമ്മങ്ങളിൽ സ്വാഭാവികമായും പെട്ടുപോകുന്ന ഒരു പ്രായത്തിലാണ് യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത്. രണ്ടാമത്തെ, അദ്ദേഹം അവിവാഹിതനാണ്. സുലൈഖ ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് പോവാൻ ഒരു ഭാര്യയില്ല. അദ്ദേഹത്തിന് തന്റെ ലൈംഗിക ആസക്തി ശമിപ്പിക്കാൻ ഒരു ഭാര്യയുടെ ഇടവില്ല. അദ്ദേഹം അന്ന് അവിവാഹിതനാണ്. മൂന്നാമത്, അദ്ദേഹമല്ല സുലൈഖിലേക്ക് പോയത്, സുലൈഖ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. നാലാമത്തത്, അബ്വാബ് എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. സുലൈഖ ആ കൊട്ടാരത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു. ഒരാളും അറിയാത്ത സിറ്റുവേഷനിലുള്ളത്. അഞ്ചാമത്തത്, യൂസുഫ് അലൈഹിസ്സലാം അന്ന് അടിമയാണ്, സുലൈഖയുടെ അടിമയാണ്. അടിമയെ സംബന്ധിച്ചിടത്തോളം യജമാനൻ പറഞ്ഞത് വേണമെങ്കിൽ അനുസരിക്കാം. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് അടിമത്ത വ്യവസ്ഥയുടെ രീതികൾ അനുസരിച്ച് അടിമകൾ ഇതുപോലുള്ള വ്യഭിചാരം പോലുള്ള പാപകർമ്മങ്ങളിൽ നിന്നും ഏർപ്പെടുന്നത് അത്ര ഗൗരവമായിട്ട് സമൂഹമൊന്നും കണക്കാക്കിയിരുന്നില്ല. ആറാമത്തത്, അദ്ദേഹം സ്വന്തം നാട്ടിലല്ല, വിദേശത്തിലാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ നാടല്ല മിസ്ർ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്വന്തം നാട് കനാനാണ്. പലരും പല ഹറാമുകളിലും പെട്ടുപോകുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് വിദൂരത്തിൽ വേറെ നാട്ടിലാകുന്ന സമയത്താണ്, യാത്രകൾ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരാളെ വിലയിരുത്തണമെങ്കിൽ അയാളുടെ കൂടെ നീ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴാണ് ആളുകളുടെ മനസ്സിന്റെ അകത്തുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. കാരണം യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കൾ തൊട്ടടുത്തില്ല, ഭാര്യ സന്താനങ്ങൾ അടുത്തില്ല, നാട്ടുകാരില്ല, പരിചയക്കാരില്ല, ആരില്ല. യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പരിചയമുള്ള ആരും ആ നാട്ടിലില്ല. അദ്ദേഹം ആ ഒരു പാപകർമ്മത്തിൽ ഏർപ്പെട്ടാൽ ഒരു പ്രശ്നവുമില്ല. ഈ രീതിയിൽ ആ പാപകർമ്മം ചെയ്യാനുള്ള അനുകൂലമായ 6 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സുലൈഖയോട് ഇന്നി അഖാഫുല്ലാഹ്, സുലൈഖ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഈമാനാണ്. യൂസുഫ് അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ നേടിയെടുത്ത ഒരു മനസ്സിന്റെ കൺട്രോളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, യൂസുഫ് അലൈഹിസ്സലാമിന് ലൈംഗിക ആസക്തി ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഖുർആൻ തന്നെ പറയുന്നത്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി. സുലൈഖയ്ക്ക് യൂസുഫിനോട് പ്രണയം തോന്നി. യൂസുഫിന്റെ മനസ്സിലും ആ സുലൈഖ എന്ന് പറയുന്ന കുലീനയായ, സമ്പന്നയായ, സുന്ദരിയായ സ്ത്രീയെ സമീപിച്ചാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് ഉള്ളതിനോടൊപ്പമാണ്
ആ പാപകർമ്മം ചെയ്യാനുള്ള മനസ്സിലുള്ള ആഗ്രഹമുള്ളതോടൊപ്പമാണ് യൂസുഫ് അലൈഹിസ്സലാം ആ പാപകർമ്മത്തിൽ മാറി നിൽക്കുന്നത്. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. അള്ളാഹുവിന്റെ ഏറ്റവും നിഷ്കളങ്കരായ ഏറ്റവും ഇഖ്ലാസുള്ള അടിമകളിൽ പെട്ടവനാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പുകഴ്ത്തി പറയുകയാണ്. ശരിക്കും ആ പാപകർമ്മങ്ങളിൽ നിന്ന് ആ പാപകർമ്മത്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ തഖ്വ നേടിയെടുക്കാൻ നിരന്തരം അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദിവസവും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നില്ല. എന്താ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രധാന കണ്ടന്റ് എന്താ? ഞങ്ങളെ ഹിദായത്തിലാക്കണമേ എന്നുള്ള ദുആ ആണ് സൂറത്തുൽ ഫാത്തിഹയുടെ കണ്ടന്റ്. നിരന്തരമായി ഹിദായത്തിന് അള്ളാഹുവോട് ചോദിക്കണം. ഹറാമുകൾ അത്യവ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജുകൾ പഠിക്കുന്ന കുട്ടികൾ, വിവിധ ജോലിയിടങ്ങളിലെ കുട്ടികൾ, ഹറാമുകൾ പാപങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ നിരന്തരം അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരം ചോദിക്കുന്നു, അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ തഖ്വ നൽകണമേ, ഇഫ്ഫത്ത് നൽകണമേ, ഹറാമുകളിൽ നിന്ന് പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വഭാവം നൽകണമേ. അള്ളാഹു നിങ്ങളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ പ്രവർത്തനത്തിലോ ഹറാമുകൾ വന്നു പോകുന്നതിൽ നിങ്ങൾ കാത്തിരക്ഷിക്കണമേ. അള്ളാഹു ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചവനാണ്. ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവെ, ഞങ്ങൾ ഇത് ചോദിക്കുകയാണ്, നിങ്ങളുടെ നഫ്സിന്റെ ശർറിൽ നിന്നും ശൈത്താന്റെ ശർറിൽ നിന്നും നിങ്ങൾ കാവൽ തേടുമേ എന്നുള്ള ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ കെട്ട കാലഘട്ടത്തിൽ ഹറാമുകൾ നിരന്തരമായി നമ്മുടെ ചുറ്റിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. മൂന്നാമതായിട്ട് ഇബ്ലീസ് ശൈത്താൻ നമ്മളെ സമീപിക്കുന്ന രീതി സ്ത്രീകളിൽ കൂടിയാണ്. ആദം അലൈഹിസ്സലാമിയുടെയും ഹവ്വാ ബീവിയുടെയും കഥ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ഇബ്ലീസ് ആദ്യം സമീപിച്ചത് ആദമിനെയല്ല, ഹവ്വയാണ് വശീകരിച്ചത്. ഹവ്വയോടാണ് ആദ്യം പറഞ്ഞത് ഈ പഴം കഴിക്കുക എന്ന് പറഞ്ഞത്. ഹവ്വക്കാണ് മനസ്സിൽ ആദ്യം തോന്നിയത്. ആ ഹവ്വാ ബീവിയാണ് ആദം അലൈഹിസ്സലാമിനെ ആ പഴം കഴിക്കാൻ നിർബന്ധിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൽ ഇബ്ലീസ് ശൈത്താൻ ആദ്യം വൈകേടിലാക്കാൻ ശ്രമിക്കുക ആ സമൂഹത്തിലെ സ്ത്രീകളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, മാ തറക്തു ബഅദി ഫിത്നതൻ അളറു അല റിജാലി മിനൻ നിസാ, എൻ്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചു പോകുന്ന ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ പ്രയാസം സ്ത്രീകളാണ്. സ്ത്രീകളിൽ നിന്നുള്ള ഹറാമ് ചെയ്യാനുള്ള നിർബന്ധം. ഒരു വീട്ടിൽ ഭർത്താവ് ഉപ്പ പാപകർമ്മം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കും. ആ സമയത്ത് ഉമ്മ നിർബന്ധിപ്പിക്കും. കയ്യിലുള്ള പണം കൊണ്ട് വീട് വെച്ചാൽ മതി എന്ന് ഉപ്പ പറയും. പക്ഷെ വേണ്ട, കുറച്ച് പൈസക്കോ ലോൺ എടുക്കൂ എന്ന് പെണ്ണ് നിർബന്ധിപ്പിക്കും. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ കുറിച്ച്, നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച്. ഇതൊരിക്കലും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടിസ്ഥാന മതവിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഒരു 12 വയസ്സ് 14 വയസ്സോടുകൂടി കുട്ടികൾ മതവിദ്യാഭ്യാസം നിർത്തുന്നു. അതിനുശേഷം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ കുറയുന്ന സമയത്ത് അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പല സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിൽ. അവർ ജുമാ ഖുതുബകൾ പങ്കെടുക്കുന്നു, ആണുങ്ങൾ 5 നേരം നമസ്കാരത്തിൽ പള്ളിയിൽ പങ്കെടുക്കുന്നു, അവർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു, ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നു. പല രീതിയിലുള്ള ദീനിയായ സദസ്സുകളിൽ ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ഈമാനികമായിട്ടുള്ള ഊർജങ്ങൾ അവിടങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പെണ്ണുകൾ, സാധുക്കൾ, അവർ വീടുകളിലാണ്. വീടിന്റെ തിരക്കുകൾക്കിടയിൽ അവർക്ക് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. വിവാഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ അള്ളാഹുവിനെ മറന്നുപോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹിന്റെ ഖുത്ബയിൽ ഖതീബ് പറഞ്ഞ ഒരു അനുഭവം വല്ലാതെ മനസ്സിൽ തട്ടി. ആ ഖതീബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ഒരു മകളുണ്ട്, പെൺകുട്ടിയെ നോക്കുന്നുണ്ട്. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികൾക്കിടയിൽ നിന്ന് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ. എന്റെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വുളു എടുക്കുന്നവളായിരിക്കണം. അത്ഭുതം. എന്താ ഈ വുളു എടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികതയിൽ എല്ലാ മുസ്ലിങ്ങളും വുളു എടുക്കുന്ന ആളുകളാണല്ലോ.
മേക്കപ്പിന്റെ ആധിക്യം കാരണമായിട്ട് വുളൂ ഉപേക്ഷിക്കുന്ന എത്ര പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇത് സംഭവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. അള്ളാഹുവിനുള്ള തഖ്വ, അള്ളാഹുവിനുള്ള ഭയഭക്തി, ദീൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഹവ്വാ ബീവിയെ മാതൃകയാക്കും. ഹജ്ജിന്റെ സീസണാണ്. ഹാജറ ബീവിയെ മാതൃകയാക്കും. ഹജ്ജിന്റെ സീസണാണ്. നോക്കൂ, ഹാജറ ബീവി ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്ന 5 രീതികളെ പറ്റി പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 5 പരീക്ഷണങ്ങൾ. ഒന്ന് പേടിയാണ്, പലതിനെ കുറിച്ചുള്ള പേടി, ആദി. രണ്ടാമത്തേത് വിശപ്പ്, ദാരിദ്ര്യം, സമ്പത്തില്ലായ്മ, സഹായിക്കാൻ കൂടെ ആരില്ലായ്മ, കഴിക്കാൻ ഭക്ഷണ പദാർത്ഥങ്ങളോ ഫ്രൂട്ട്സോ ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ 4 പ്രശ്നങ്ങളും ഹാജറ ബീവിക്കുണ്ട്. മക്കയിൽ ഇബ്രാഹിം അലൈഹി സ്വലാം ഹാജറ ബീവി ഉപേക്ഷിച്ചു പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യരില്ല, പേടിയാണ്, കഴിക്കാൻ ഒന്നുമില്ല, ഫലവർഗങ്ങളില്ല, വേറൊരു മനുഷ്യരില്ല, വേറൊരു ജീവിയില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ ഹാജറ ബീവിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹാജറ ബീവിയെ ഇബ്രാഹിം അലൈഹി സ്വലാം ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് ഹാജറ ബീവി ചോദിക്കൂ, എന്നെ ആരെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഇബ്ലീസ് വന്ന ഹാജറ ബീവിയെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹാജറ ബീവിയുടെ ദീനിൽ കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇബ്ലീസിനോട് പൊരുതുന്ന ഒരു പെണ്ണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ജംറയിൽ കല്ലെറിയുക എന്നുള്ളതാണ്. ആ ജംറയിൽ കല്ലെറിയുക എന്നുള്ള കർമ്മം നമ്മളിൽ വന്നത് മഹതിയായ ഹാജറ ബീവി ഇബ്ലീസിന് നേരെ എറിഞ്ഞ കല്ലാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇബ്ലീസിനെതിരെ എറിഞ്ഞ ആദ്യത്തെ കല്ല് ഹാജറ ബീവിയുടെ കല്ലായിരുന്നു. വബശ്ശിരി സ്വാബിരിയിൽ ശമിച്ച് ജീവിതത്തിന്റെ ഇത്തരം പ്രയാസങ്ങളിലെല്ലാം ഹാജറ ബീവി ശമിച്ച് ഇബ്ലീസിനോട് പൊരുതിയപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. ആ ഹറമിന്റെ ഭൂമി ഏറ്റവും നിർഭയത്വമുള്ള ഭൂമിയായി മാറി. ആ ഹറമിന്റെ ഭൂമി ഏറ്റവും കൂടുതൽ വിഭവങ്ങളും ഫലങ്ങളുള്ള ഭൂമിയായി മാറി. ആ ഹറമിന്റെ ഭൂമി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യന് വരുന്ന ഒരു ഭൂമിയായി മാറി. ആ രീതിയിൽ ഹാജറകളെ നമ്മൾ മാറണം. ഇബ്ലീസിനോട് പടപൊരുതണം. അള്ളാഹുവിന്റെ അടുക്കൽ അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ അട്ടിയോടിക്കപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു കാര്യം, അള്ളാഹുവെ, നിന്റെ അടിമകളിൽ നിന്നൊരു വലിയ വിഭാഗം ആളുകളെ എന്റെ ആളുകളാക്കാൻ, എന്റെ അടിമകളാക്കാൻ ഞാൻ ശ്രമിക്കും, എനിക്കതിൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്ലീസ് ഇറങ്ങിപ്പോയത്. ആ വാക്യത്തിനുള്ള അള്ളാഹുവിന്റെ മറുപടി, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. ഇബ്ലീസ് അത്രത്തോളം അഹങ്കാരത്തോടുകൂടി പറഞ്ഞ വാക്കിന് അള്ളാഹു നൽകിയ മറുപടി, എന്റെ ചില അടിമകളുണ്ട്, ആ അടിമകളെ സ്വാധീനിക്കാൻ, ആ അടിമകളെ വശീകരിക്കാൻ, ആ അടിമകളെ വശംവദരാക്കാൻ എനിക്ക് സാധിക്കൂല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. എന്റെ സമൂഹത്തിൽ മനുഷ്യരിൽ നിന്ന് ചില വിഡ്ഢികൾ മാത്രമാണ് നിന്നെ പിൻപറ്റുക എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇബ്ലീസിന്റെ അടിമകളാവണോ അതല്ല അള്ളാഹുവിന്റെ അടിമകളാവണോ? ഇബ്ലീസിനോട് പൊരുതാൻ, ശൈത്താനോട് പൊരുതാൻ, നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളോടും വ്യാമോഹങ്ങളോടും പൊരുതാൻ, ആ പൊരുതി നമ്മുടെ ജീവിതത്തിൽ തഖ്വ ആർജിച്ചെടുക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന നബിയനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി